ക്രാഫ്റ്റ് ഐറ്റംസ്, സ്റ്റേഷനറി ഐറ്റംസ് ഒക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഓർഗനൈസർ സെറ്റ് ചെയ്തെടുക്കാം. കുറച്ച് കാർഡ്ബോർഡ് പീസും അതേപോലെ തന്നെ കുറച്ച് സോപ്പിൻ്റെ കവറൊക്കെ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. ആദ്യം നമുക്ക് സോപ്പിൻ്റെ ബോക്സ് നമുക്ക് വേണ്ട രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ശേഷം അതൊന്ന് പേപ്പർ വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം. പിന്നെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. കാർഡ്ബോർഡ് പീസും ബോക്സും ഞാൻ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. അതിനാദ്യം നമുക്ക് ഈ കാർഡ്ബോർഡ് പീസ് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ആ വലിയ ബോക്സ് ഒന്ന് വെച്ച് കൊടുക്കാം. ശേഷം ഒരു കാർഡ്ബോർഡ് പീസ് ഒട്ടിച്ചെടുക്കാം. റൈറ്റ് സൈഡ് നമുക്ക് ഡ്രോയെ പോലെ സെറ്റ് ചെയ്തെടുക്കണം. അതിനാദ്യം നമുക്ക് ആ ചെറിയ ബോക്സ് വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് കാർഡ്ബോർഡ് പീസ് ഒട്ടിച്ചു കൊടുക്കാം. സെയിം ഹൈറ്റിൽ ഒരു കാർഡ്ബോർഡ് പീസ് കൂടി സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കൊരു 3 ലെയർ ആയിട്ട് കിട്ടും. ഇനി വേണ്ടത് ഡ്രോയറിനൊരു ഹാൻഡിലാണ്. അതിന് നമുക്കൊരു വയറും ഒരു ബീഡും എടുത്തിട്ട് ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് ബോക്സിൽ ഇതേപോലെ ഹോൾ വെച്ചിട്ട് അതിലൂടെ ഇത് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ഉള്ളിൽ നമുക്ക് വയറ് 2ആയിട്ട് ഇതേപോലെ വെച്ച് കൊടുത്ത് ഒന്ന് ടേപ്പ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുത്താൽ സംഭവം സെറ്റാണ്. ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം നമ്മളെ സബ്സ്ക്രൈബർ സ്വാതിക്കുട്ടിയാണ്. അപ്പോൾ ആൾക്ക് വേണ്ടിയിട്ട് ഇത് സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാണ്. ആൾ പറഞ്ഞത് ഒരു സിമ്പിൾ ഓർഗനൈസറാണ്, പക്ഷേ ചെയ്തു വന്നപ്പോൾ കുറച്ചൊന്ന് വലുതായി. അങ്ങനെ നമ്മുടെ ഓർഗനൈസർ ഇവിടെ സെറ്റായിട്ടുണ്ട്. നല്ല സ്പേസുള്ള ഓർഗനൈസറാണ്, നല്ല ക്യൂട്ടുമാണ് കാണാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, അതേപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.